Welcome back guys to some other videos. Okay, so നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡേ ദാറ്റ് ഈസ് ട്യൂസ്ഡേ. മൺഡേ മൺഡേ എന്താ ഇവിടെ വരാഞ്ഞ്? ഇതൊന്ന് ഇന്നലെ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു. ഓക്കെ, മേ ബി ഡ്യൂ ടു ദാറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടൊക്കെ മൺഡേ കാണിക്കുന്നുണ്ട്. ട്യൂസ്ഡേ തുടങ്ങി പോലും ഇല്ലല്ലോ, പിന്നെന്താ മൺഡേ കാണിക്കുന്നു? 20 ഇന്ന് 20. ആ ഓക്കെ ഗൈസ്, സോ അതിൻ്റെ അതും പോട്ടെ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. സോ പോകുന്നതിന് മുന്നേ ഇതാണ് നമ്മുടെ കറണ്ട് ബൈ സൈഡ് സെൽ സൈഡ് ഡെയിലിയിലെ ഉള്ള സെൽ സൈഡ്. Nothing that volume balance right there. ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഓപ്പൺ ആയത് ഇത്രയും പോയിന്റ് താഴെയാണ്. ഒരു നല്ല ഓപ്പണിംഗ് ഗ്യാപ്പ് തന്നിട്ട് ഞാൻ അതിൻ്റെ പോയിന്റ് അപ്പർ ക്വാർട്ടറിൽ ലോവർ ക്വാർട്ടറിൽ മിഡ് പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അനോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ അത്ര വലിയ വിക്ക് അനോട്ടേഷൻസ് ഒന്നും എടുക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഐ മീൻ ഇന്നലെ ന്യൂസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ USD ബാങ്ക് ഹോളിഡേ ആയിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം 19. ഓക്കെ, ഇന്ന് 20. മേ ബി അതുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ആയത്. ഓക്കെ, ബട്ട് ഞാൻ ചുമ്മാ നോക്കിയതിൽ വേറെ പണിയൊന്നുമില്ല. ഓക്കെ, സോ വിൽ ഗോ ടു ദ ബ്രേക്ക് ഡൗൺ. 4 അവർ എനിക്ക് പ്രത്യേകിച്ചൊന്നും അതിനെ കാണിച്ചു തരാനില്ല. 4 അവർ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻ US ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ വിൽ ഡയറക്ട്ലി ജംപ് ടു 1 അവർ. ആൻഡ് ബിഫോർ ദാറ്റ് എനിക്ക് ഇന്നത്തെ ദിവസം ചാനൽ ചെയ്യണമെന്നുണ്ട്. സോ വിൽ ഓപ്പൺ അവർ എനിക്ക് ജസ്റ്റ് ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ കൂടെ സംസാരിച്ച് പോകുമ്പോൾ ഇത് നമുക്ക് ചെയ്തു പോകും. ഓക്കെ, പത്തൊമ്പതല്ലേ? 19/1/2026. സോ അയ്യോ എന്തൊരു കനവാനിച്ചനയുത്തര കണ്ടപ്പോ കണ്ടെന്നു. ഓക്കെ, സോ ഗൈസ് നമുക്ക് അവർലിയിലേക്ക് പോകും. ഈ ഒരു വോളിയം ബാലൻസ് നിങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും. സോ ഡയറക്റ്റ്ലി ഗോയിങ് ടു 1 അവർ. സെയിം താരെ ഓപ്പൺ ആയി. We have some relativity highs formed here, and നമുക്കൊരു relativity lows ഇവിടെ ഫോം ആയിട്ടുണ്ട്. 9 മണി ഓപ്പൺ ആയി, മാനിപ്പുലേഷൻ ആയി. We are going up. Okay, എൻ്റെ ഈ മാനിപ്പുലേഷൻ എൻ്റെ ഒരു മാക്സിമം പ്രൈസ് ആണെന്ന് പറഞ്ഞ ഈ ഒരു റിലേറ്റീവ് ഹൈസ് 1 അവർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ വിൽ ജസ്റ്റ് മാർക്ക്. ആ ഒരു റിലേറ്റീവ് ഹൈസ് ആണ് എൻ്റെ ടാർഗറ്റ് ആയിരുന്നു, ഒരു ടാർഗറ്റ് പ്രൈം. സോ എനിക്കറിയാം നമ്മൾ ഒരു ബിയറിഷിലാണ്, ബട്ട് നമ്മളിപ്പോൾ അൾട്രാ ബിയറിഷിലാണ്. സോ ഐ മീൻ അൾട്രാ ഡിസ്കൗണ്ടിലാണ്. സോ they will buy for higher prices. Okay, so in accordance to that നമ്മൾ 7 മണി ആയതേ ഉള്ളൂ കേട്ടോ. നമ്മളിനി നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആവുമായിരിക്കും. സോ ഞങ്ങൾക്ക് ഈ ഒരു മാനിപ്പുലേഷൻ ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു സെൽ സൈഡ് കണ്ടില്ലേ, ഇച്ചിരി കേട്ടോ. ഇത്രയും ലോസ് ഇവിടെ ഉണ്ട്.
ലോസ് എടുത്തു ഒരു എന്താ പറയുന്നത് പ്രീ ന്യൂ ഇയറിൽ ഒന്ന് വേണമെങ്കിൽ പറയാം. അത് വന്ന് എടുത്ത് ഇവിടെ അടിച്ചു കയറിപ്പോയി. നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ബൈ സൈഡ് പിന്നെ ഇവിടെ ഫോം ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് വീക്ക് ഈസ് ഗോണ ബി. എൻ്റെ ഇതിൽ ഞാനിപ്പോൾ കൈൻഡ് ഓഫ് ബുള്ളിഷ് ആണ്. അതായത് ബയോ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ റീസൺ. നമ്മൾ ഇതിൻ്റെ താഴെ ഒരു നല്ല സ്വീപ്പ് വന്നേക്കുവാണ്. ആൻഡ് ഇവിടെ തൊട്ടൊരു ഈ ഒരു റേഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ വി ആർ ഇൻസൈഡ് ഓഫ് ഈ ഒരു കട്ടയ്ക്കകത്തല്ലേ. ദാറ്റ്സ് റിയലി റിയലി ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. സോ 15 മിനിറ്റ് ചാർട്ട് വലുതായിട്ടൊന്നുമില്ല. സോറി, 1 അവറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അനോട്ടേറ്റ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഫെയർ വാല്യൂ ക്യാപ്പേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫെയർ വാല്യൂ ക്യാപ്പിൻ്റെ പ്രയോജനം ഇന്നലെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഗോണ പുട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഓക്കെ, ഇത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ജസ്റ്റ് ഗോ ടു ഇൻസേർട്ട് ന്യൂ ടാബ്. ഓക്കെ, ഫൈൻ. 15 മിനിറ്റ് അഗൈൻ നത്തിങ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ എനിക്ക് കണ്ടാറ് നമ്മളിതൊരു അൾട്രാ പ്രീമിയം ഡിസ്കൗണ്ടിലാണ്. ഞാനത് റെഗുലർ ട്രേഡിങ് അവരൊന്നും ഇട്ട് എനിക്ക് കാണിക്കാത്ത. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, ഈ ഒരു സെൽ സൈഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഒരു റെഗുലർ ട്രേഡിങ് അവരുടെ റിലേറ്റീവ് ലോസ് ഇവിടെ ഉണ്ട്, റൈറ്റ്? സോ ജസ്റ്റ് ഞാനത് മാർക്ക് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, റെഗുലർ ട്രേഡിങ് അവർ സെൽ സൈഡ്, regular trading our relative loss sell side. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, സോ ഫൈൻ, ദാറ്റ്സ് റിയലി അമേസിങ്. നമ്മൾ ആ ഒരു ഡെയിലി സെൽ സൈഡ് എടുത്തു. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, സോ വിസിബിലിറ്റി ഞാനൊരു അവർലിയിലുള്ള കൊടുക്കട്ടെ. അവർലിയിലും സെയിം സാധനമുണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, സോ ഫൈൻ. റെഗുലർ ട്രേഡിംഗ് അവർ. ഓക്കെ, സോ ഇതാ എനിക്ക് ഓൾറെഡി അറിയാം ഇത്ര താരം ഇത് ഓപ്പൺ ആയതെന്ന്. ഓക്കെ, ഇഫ് യു നീഡ് ഐ ക്യാൻ ജസ്റ്റ്, കാരണം ഇത് മൺഡേ ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഇന്നലെ അവിടെ അവധിയല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് കാണാതെ. ഫോർ യുവർ ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, സോ ഇവിടെ ക്ലോസ് ആയി അല്ലേ. ലെറ്റ് പുട്ട് ഇറ്റ് സംവെയർ ഹിയർ ആൻഡ് വി വിൽ ജസ്റ്റ് ഓക്കെ നൗ വി വിൽ ഓപ്പൺ ഇലക്ട്രോണിക് ട്രേഡിംഗ് അവർ. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. സോ 9:30 ഇവിടെ. ഓക്കെ, ഫൈൻ. എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, ഇതാണ് റെഗുലർ ട്രേഡിംഗ് അവറിൻ്റെ ക്വാർട്ടേഴ്സ്. ഓക്കെ, ഓക്കെ, ഫൈൻ. ജസ്റ്റ് ഞാൻ എന്തായാലും മാർക്ക് ചെയ്തത്, കാരണം ഇത് ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്നും ഇല്ലെന്ന്, അതുകൊണ്ട് മാർക്കും ചെയ്തില്ല. സോ as you can see, നമുക്ക് ഇവിടെ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ക്യാപ്പ് കാണാൻ പറ്റും. ആ ഒരു ലോസ് എടുത്തതിന് ശേഷം പ്രീ ന്യൂയോർക്ക് ബൈ സെൽ സൈഡ് ആണ്, അതും എടുത്തിട്ടുണ്ട്. ബൈ 9:30 ഓപ്പൺ ഇവിടെ ആയി. ഇത് ആൻഡോണി സെൽ സൈഡ് എടുത്തതൊക്കെ വെരി റിയലി ഗുഡ്. ഓക്കെ, നല്ല ഇത്രയേ ഉള്ളൂ. സോ ഞാൻ റെഗുലർ ട്രേഡിംഗ് അവറിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് ഓപ്പൺ ആയിട്ടില്ല. ഇന്നേ അത് ഓപ്പൺ ആകും. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി ഞാനിപ്പോൾ ഇത്ര ഇത് എടുക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു BPR റേഞ്ച് ഉണ്ട്. സോ ജസ്റ്റ് വേണം
Mark this inversion plus BPR. Okay. See how price is gonna. There you go. BPR. Okay, fine. BPR എന്ന് വെച്ചാൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ഓക്കെ, അത്രേ ഉള്ളൂ. Really, that's it. എന്നിട്ട് വേറെ എന്തോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? അതേ ഉള്ളൂ എനിക്ക് മാർക്ക് ചെയ്യേണ്ടത്. വാല്യൂ ഗ്യാപ്പിനെക്കാളും എനിക്ക് ഇഷ്ടം ഈ BPR മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, അതാണ് ഇപ്പോൾ ഫസ്റ്റ് ബൈ സൈഡ്, പിന്നെ സെക്കൻഡ് ബൈ സൈഡ് എന്നാണ് ഇവിടെ പറയുമ്പോൾ. ഫോർ ദ സേക്ക് ഞാനൊരു ഒത്തിരി നേരമൊന്നും ഇരിക്കാത്തതുകൊണ്ട് എനിക്ക് ഇത്രയും മതി. ഗ്രീഡ് നമ്മൾ പാടില്ല എന്ന് പറയുന്നില്ല, അതുപോലെ ഫ്രീ മാർക്കറ്റ്. ഫ്രീ മാർക്കറ്റ് സെൽ സൈഡ്. Okay, I think that's enough. Okay, so copy, paste. Okay, so I'm going to 5 minute farewell gap. So നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ ഒരു ഇവിടെ വന്നതിന് ശേഷം ആ ഒരു സെൽ സൈഡ് എടുത്ത് നമ്മൾ ആ ഒരു ജസ്റ്റ് ടാപ്പായി. അതൊക്കെ നല്ല റിയാക്ഷനാണ്. നിങ്ങൾ 1 മിനിറ്റ് പോകുമ്പോൾ കാണാൻ പറ്റും. ഞാൻ ഇതൊരു ബ്രേക്ക് ആൻഡ് ഗ്യാപ്പായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഞാൻ ഇവിടെ നിന്നൊരു ബൈ എടുത്തായിരുന്നു. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടേ ഇല്ല. ആക്ച്വലി ഞാൻ എടുത്തു വെച്ചു, പക്ഷെ ഞാൻ പേസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. ഇങ്ങനെ കോപ്പി എടുത്തായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തില്ല. അതുമല്ല, അല്ലേലും എടുക്കണമെന്ന് എൻ്റെ താല്പര്യമൊന്നുമില്ല. ഇന്നലത്തെ ഒരു പൊട്ട ദിവസം നല്ല ഹോളിഡേ അല്ലേ. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിൽ കാണാൻ പോയാൽ ഒരു ബ്രേക്കർ കാണാം. ഓക്കെ, മാത്രമല്ല ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 5 മിനിറ്റ് ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്തു. ഇതൊരു BPR റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു റേഞ്ചില്ലേ, ഇതിനെ നമുക്കൊരു BPR റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, 5 മിനിറ്റിൻ്റെ. ഓ, എനിക്ക് ആ ഒരു സ്ഥലത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷെ വന്നില്ലേലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഞാൻ കൺസിഡർ ചെയ്തത്. പിന്നെ ഈ ഒരു ചെറിയൊരു ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ കാണാം. അത് ഇവിടെ വന്നു, നല്ലൊരു 15 മിനിറ്റിൻ്റെ BPR അടിപൊളി നല്ല വരുന്നിട്ട് കയറിപ്പോയി. ഓക്കെ, so I think that's all for in 5 minutes. Okay, so copy, we'll just mark things. സോ 5 മിനിറ്റ് ഞാൻ എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതെനിക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് ഇത് കൺസിഡർ ചെയ്താൽ പോലും എനിക്കിത് മിറ്റിഗേറ്റ് ചെയ്യണമെന്നില്ല. സാരി, നമ്മുടെ ടാർഗറ്റിന് അടുത്ത ഇവിടം വരെ എത്തിയിട്ട് നല്ലൊരു ഫുൾ ബാക്ക് ആയിരുന്നു. സോ ദാറ്റ്സ് ഫൈൻ. സോ എനിക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം അവിടെ വന്നൊരു മുട്ടിയിട്ടുള്ളൊരു പോക്ക്. ഇവിടെ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഒന്നും എനിക്ക് കിട്ടിയില്ല വാങ്ങിക്കാൻ. പിന്നെ ഇവിടെ ഒരു ബുള്ളിഷ് ബ്രേക്കർ ഉണ്ട്, അവിടോട്ടും പ്രൈസ് വന്നിട്ട് എല്ലാം കയറി പോവായിരുന്നു. ഫൈൻ. ആ 5 മിനിറ്റ് ഇൻവേഴ്സ് ഇവിടെ ആയെന്ന് തോന്നുന്നു. അല്ല, ഇതെത്ര 5 അല്ല, 5 മിനിറ്റ് ഇൻവേഴ്സ് ഇവിടെ ആവും. ഒന്നുമില്ല, ഇവിടെ ഒരു ചെറിയ ഇൻവേർഷൻ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വേണ്ട എടുക്കണ്ട, ഇങ്ങനെ ദിവസങ്ങൾ എടുക്കാതിരിക്കും. ഒരു ദിവസം നമ്മൾ ട്രേഡ് ചെയ്തില്ലെന്ന് ആരും ചോദിക്കാനൊന്നും വരത്തില്ല. എന്തുകൊണ്ട് ട്രേഡ് ചെയ്തില്ല? ട്രേഡ് ഇപ്പൊ ചെയ്തായിരുന്നു ചോദിക്കാൻ വരും. അയ്യോ, നീ ട്രേഡ് ചെയ്ത് പൊട്ടി വന്നിട്ട് ജയിച്ചോ? അങ്ങനെ ഉള്ളു.
ഇവിടെ ഒന്നും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇല്ല കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു നിങ്ങളാ ഇവിടെ ഒരു ട്രേഡിംഗ് അവർ ഓപ്പൺ ആയി ഈ രണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടോ. അതായത് ഈ ഒരു ക്യാൻഡിൽ ഹൈ എടുത്ത് സ്ട്രക്ചർ കിട്ടിപ്പോയ ക്യാൻഡിലാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നെങ്കിൽ എടുക്കാം. ഇപ്പൊ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോണ്ട് ഇവിടെ ഒരു 5 മിനിറ്റ് കണ്ടില്ലായിരുന്നോ. അതായത് ഈ ഒരു 5 മിനിറ്റ് ഇതൊന്നാണോ, ഞാനത് മാർക്ക് ചെയ്യാത്ത ഈ ഒരു 15 മിനിറ്റ് BPR മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ 15 മിനിറ്റ് അവിടെ നമ്മൾ പോയി ബൈ സൈഡ് എടുത്തിട്ട് നോട്ട് ഇൻ ദ എന്താ പറയുന്നത് ക്യാൻഡിൽ ബോഡീസിന്റെ ഹൈ പോലും പോയിട്ട് അതായത് റിയലി ഗുഡ്. ഓക്കെ, സോറി ഗൈസ്. എന്നിട്ട് നമ്മളെ BPR വന്ന് എവിടെ ബോഡീസ് ക്ലോസ് ചെയ്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ട്രേഡിംഗ് അവറിന്റെ ഓപ്പണിന്റെ കറക്റ്റ് ഞാൻ ആ സ്ഥലത്ത് വെച്ച് 5 മിനിറ്റിൽ നിന്ന് ഒരു എൻട്രി എടുത്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ടത് ഈ 5 മിനിറ്റിന്റെ ഒരു കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ഇപ്പോൾ സംഭവമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തു. എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ഓൾമോസ്റ്റ് 33 പോയിന്റ് എന്തോ അത്രേ ഉള്ളായിരുന്നു. വലിയ ആർന്നില്ല, ഒരു 1.6 എന്തോ. ഓക്കെ, എനിക്ക് വലിയ ഒരു കുഴപ്പമൊന്നും, അതായത് ആ ദിവസമൊക്കെ 1.6 ഒക്കെ ഉണ്ടാക്കുന്നതിന് നല്ലത്. സോ അങ്ങനെ ആ ട്രേഡ് എടുത്തിരുന്നു. എടുത്തെന്ന് ഞാൻ പറയത്തില്ല, ജസ്റ്റ് അതെൻ്റെ ഒരു സെറ്റപ്പിനനുസരിച്ചുള്ള ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, നല്ല പോലെ ഇവിടെ ഞാൻ പിന്നെ വേറെ ഒരെണ്ണം കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഇതൊക്കെ കയറ്റി സ്ട്രക്ചർ ഷിഫ്റ്റ് എല്ലാം ആയിട്ട് മുകളിലോട്ട് പോകുന്നുള്ളൂ. അതായത് അപ്പോൾ നമുക്ക് ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ്, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ ഇതായിട്ട് കൺസിഡർ ചെയ്തു മിറ്റിഗേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ കൺസിഡർ ചെയ്തു. ഇതപ്പോൾ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കിടക്കും. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു എൻട്രി, അതായത് ഈ ബ്ലാക്ക് ആൻഡ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നല്ലോ, ആൻഡ് ഈ ഒരു വിക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നല്ലോ, എന്നിട്ട് നല്ലൊരു റിജക്ഷൻ അടുത്ത ഒരു ക്യാൻഡിൽ ഇവിടെ 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 ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു എൻട്രി എടുക്കാം. ഈ ഒരു ക്യാൻഡിലും ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ വേണേൽ ഒരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കണമെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ച് വെച്ച്, കാരണം ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പില്ലേ, ഇവിടെ നിന്ന് എടുക്കാം. 22 പോയിന്റ് എത്തും. ആൻഡ് 2R ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഞാനൊക്കെയാണ് ഇത്ര ഇടത്തുള്ളൂ കേട്ടോ. എനിക്ക് 1:1.5 ആയാലും മതി, ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് എടുക്കാം. അതല്ല, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ 15 മിനിറ്റ് BPR റേഞ്ച് വന്നു, എന്നിട്ട് തിരിച്ച് കയറിപ്പോയി, പിന്നെ ഒരു 15 മിനിറ്റ് BPR റേഞ്ച് വന്നു. ബ്ലേസംറ്റി ഒന്നും ഇല്ല, ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ചെറുതായിട്ടൊരു പുൾ ബാക്ക് വന്നു, എന്നിട്ട് ചെറിയൊരു നല്ലൊരു വിക്കൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഒരു ബ്ലാക്ക് ക്യാൻഡിൽ കെട്ടി ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കെട്ടി. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ എന്താവും, ഒരു ഓർഡർ ബ്ലോക്ക് ആവില്ലേ. സോ ആ ഒരു ഓർഡർ ബ്ലോക്കിനാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എടുക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ഇവിടുന്ന് എൻട്രി ഇങ്ങനെ എടുക്കാം. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വലിയ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കണ്ട, ഇവിടെ ഒരു ഇവിടെയൊക്കെ കൊണ്ടുവച്ചാൽ 15 പോയിന്റ് ഇവിടെ തന്നെ വെച്ചാൽ കുഴപ്പമില്ല. ഇതാണ് 2R വെച്ചാലും കുഴപ്പമില്ല. സോ ഇങ്ങനെ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു ഇതില്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇതായി പോവാണ്. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തത് ട്രയൽ ചെയ്തില്ലേ, ട്രയൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തന്നെ അത്ര നല്ല ദിവസം തന്നെയായിരുന്നു, ബട്ട് സ്റ്റിൽ ഓക്കെ ഇട്. ഓക്കെ ഗൈസ്, സോ അത് അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കപ്പോൾ ഒരു ജേണൽ ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു വാർത്തയും കൂടെ എനിക്ക് പറയാനുള്ള ഒരു ദിവസമാണ്.
Yeah. ഇത് മതി. ഓക്കെ ഫൈൻ. അത്രേ ഉള്ളൂ. എനിക്കൊരു അക്കൗണ്ട് എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് എടുക്കണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോ വീഡിയോന്റെ കൂട്ടത്തിൽ തന്നെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. സോ ഞാനിത് എൻ്റെ ഈ ഒരു ഫുൾ ജേണി റെക്കോർഡാവും. ഇതുവരെ എല്ലാ ട്രേഡിംഗ് അക്കൗണ്ട്സ് എല്ലാം പൊട്ടുമായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഹാപ്പൻ, ബട്ട് ഞാൻ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിച്ചു തരാം. ഹൗ ഞാൻ ട്രേഡ് എടുക്കാൻ നോക്കുന്നത് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് വിഷമിക്കണ്ട. Now let's go to set up an account. സോ ഇത് ഇത്രയും തന്നെ ക്ലീൻ ആയിട്ട് കിടന്നോണ്ടില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ we'll go to something called step. I'm gonna log in. Yeah, ഇപ്പൊ ലോഗിൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. സോ and I'm gonna put on standard. Okay, standard. അതിന് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം കൂടെ നോക്കിയേക്കാം. എന്തെങ്കിലും കൂപ്പൺ കോഡ് വല്ലതും ഉണ്ടോ എന്ന് റെഡിറ്റിൽ പോയതാ. ഇല്ല, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇതൊരു ഈ കഴിഞ്ഞ 25-ാം തീയതി വരെ ഈ മാങ്ങാത്തൊരി ഉണ്ടായിരുന്നു, അറിയാവോ? എനിക്ക് സങ്കടമാക്കുക. അയ്യോ, ഈ ഒരു ഓൾവേഡ് 40 എന്ന് പറയുന്ന കോഡ് ഇപ്പൊ വർക്ക് ആവത്തില്ല, അറിയോ? എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ എങ്ങനെയാണോ. ഒന്നും ഇല്ലടേ. സാരമില്ല, നമുക്ക് 50K ആണ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. $49 വേണം. ഓക്കെ, സോ go to click select. ആദ്യം എൻ്റെ പേരും നാളും ഒക്കെ കൊടുക്കട്ടെ. ഓക്കെ, എൻ്റെ ഒരു അശോക്, ഫിഡൽ, സ്റ്റേറ്റ് അഡ്രസ്. ഓക്കെ ഫൈൻ, ദാറ്റ്സ് കൺട്രി IND, I ഇന്ത്യ, സ്റ്റേറ്റ് KDR, കേരള. ഓക്കെ ഫൈൻ. ഇവിടെ നിങ്ങൾക്ക് പ്രോമോ അടിക്കാം. Ctrl+V. വർക്കാവത്തില്ല. ആൻഡ് ഫോർ 1 second ഗൈസ്, ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്തോട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് കണ്ടിന്യൂ ടു പേ ഔട്ട്. ഓക്കെ, സോ ഐ ഡോണ്ട് നോ, ജസ്റ്റ് തന്നോട് OTP വരാൻ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. സോ ഓക്കെ, ലെറ്റ്സ് എഗ്രി. ഓ, ഡയറക്റ്റ് ആയിട്ടങ്ങ് കട്ടാവല്ലേ. എന്നോട് ജസ്റ്റ് ഒന്നും ചോദിച്ചില്ല. സോ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ബൈയിങ് പവർ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ ബില്ലിങ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്
ഇതൊന്ന് 20 അടുത്ത് എനിക്ക് ഇനി 30 ദിവസത്തിനുള്ളിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാം, എൻ്റെ എഡിറ്റ് അങ്ങനെ ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യും. ഓക്കെ സോ ഓ ഓക്കെ. ഓ ഞാൻ എൻ്റെ ഫോണിൽ ഇത് ആക്ച്വലി നോക്കാം. ഓക്കെ സോറി. ഐ തിങ്ക് we'll just do it from our phone. Okay. Fine. എൻ്റെ ഫോണിലോട്ട് ഇപ്പൊ പോയിട്ടുണ്ട്. ഓക്കെ സോ ഓക്കെ, ഇതിൻ്റെ ഒരു മുഖം എനിക്ക് എടുത്ത് തന്നു. ഓക്കെ, അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ടാണ്, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പാൻ കാർഡാണ് കൊടുത്തത്. ഓക്കെ സോ ദാറ്റ് ഈസ് ഓക്കെ. സോ ഡാഷ്ബോർഡ് നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഓക്കെ ഫൈൻ, എല്ലാം വൃത്തിയായിട്ട് തന്നെയുണ്ട്. ഉം. ഇതാണ് നമ്മുടെ ഡ്രോ ഡൗൺ. ഇപ്പോൾ മാക്സിമം ലോസ് എനിക്ക് എടുക്കാൻ പോകുന്നത്. പ്രോഫിറ്റ് ടാർഗറ്റ് 53,000. ഓക്കെ സോ ഓക്കെ, ഇത് ക്രെഡൻഷ്യൽസ് ആണ്. എനിക്കിവിടെ ലോഞ്ച് സ്റ്റോപ്പ് സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ലോഞ്ച് ചെയ്യുന്നു ഇവിടെ. സോ ഞാനിവിടെ ലോഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. അതാണ് ലോഡ് ആവാത്തെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റോപ്പ് സ്റ്റെപ്പ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് എൻ്റെ പാസ്വേഡും കുന്തമൊക്കെ ഒന്ന് അടിച്ചിട്ട് മെയിലിൽ വന്ന് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ. സോ അപ്പോഴത്തേക്ക് ഞാനൊന്ന് പോസ് ചെയ്യുവാണ് കേട്ടോ. സോ ഗൈസ്, നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് ലോഗിനായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോപ്പ് സ്റ്റെപ്പ് എക്സ് കാണാനിരിക്കുന്നത്. ഓക്കെ, വിൽ ജസ്റ്റ് ഗോ വിത്ത് ക്വിക്ക് സംഭവങ്ങളെല്ലാം. ഓക്കെ സോ എനിക്ക് പ്രത്യേകിച്ച് ഒത്തിരി ആഡ് മോഡ്യൂൾസ് ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ്. ഓക്കെ ഫൈൻ.
New DOM settings. Okay, so fine. Stream. Okay. Utilize stop step filter. അതിൻ്റെ ഒന്നും നമുക്കൊരു ആവശ്യമില്ല. ജസ്റ്റ് ഓക്കെ. സോ നമുക്ക് വേണ്ടാത്തൊരു സാധനമാണിത്. ഈ ഡോം എനിക്ക് തൽക്കാലത്തേക്ക് വലിയ ആവശ്യമില്ല. കാരണം ഇത് നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെനിക്ക് ബൈ ലിമിറ്റ്, സെറ്റ് ലിമിറ്റ്. ഓക്കെ. I'm just gonna customize this thing. Okay, എനിക്ക് ഡോം വേണ്ട. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഓക്കെ. സോ ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഫൈൻ. And we also don't need DOM. I just wanna resize it a little bit. And ഇവിടെ എനിക്ക് MNQ അത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അത് ഇപ്പഴേ ആക്കിയിട്ടേക്കണം. നിങ്ങൾക്ക് ഇവിടെ MNQന്റെ ചാർട്ട് വരും. ഓക്കെ. സോ now what I'm gonna do is I'm gonna go to settings and I can do something just settings. Okay. So ഇവിടെ ബ്രാക്കറ്റ് ഓർഡേഴ്സ് ഇടാൻ പറ്റും. ഓക്കെ. സോ ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ചുമ്മാ ഒരു ബൈ ബട്ടൺ ഓരോ സെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്കതല്ല, നമ്മൾ ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഡെയിലി ലോസും ഡെയിലി പ്രോഫിറ്റും. ഇതെന്റെ ഡെയിലി ടാർഗറ്റ് എന്ന് വെച്ചാൽ 1490. ഇതായിരിക്കും എൻ്റെ ഡെയിലി ടാർഗറ്റ്. ഡു നത്തിങ് അല്ല, ലിക്വിഡേറ്റ് ആൻഡ് ബ്ലോക്ക് അത് ചെയ്യുക. എൻ്റെ ഡെയിലി എനിക്ക് എടുക്കണമെന്ന് പറഞ്ഞ് 490. Okay, so let's do it with 490 and I will just liquidate and block. Okay. വേറെ ഒന്നും വേണ്ട. എനിക്ക് MNQ ആണെങ്കിൽ അവിടെ എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ ചെയ്യണ്ട. ഓക്കെ. സോ ഞാനിതിപ്പോൾ സേവ് ചെയ്യുന്നു. എനിക്ക് അപ്പം ഇതുണ്ട്. ഡെയിലി എൻ്റെ പേഴ്സണൽ ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് എനിക്ക് 400, 1% എനിക്ക് അത്രയും ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3%. ഓക്കെ. സോ സംശയം കാണും 1490 എന്തിനാണ് കാരണം. അതുണ്ട്. ജസ്റ്റ് ഞാനത് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. And directly going to my chart. What I need to do is I need to change the chart settings. Okay. So here എനിക്ക് ക്രോസ് ഒന്നും വേണ്ട. എനിക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ വേണം. പിന്നെ ഹൊറിസോണ്ടൽ റേ വേണം എനിക്ക്. പിന്നെ എനിക്ക് വേണ്ടി ഫിബൊനാച്ചി വേണം. ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ വേണം. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ചെയ്യുകയാണ്. എനിക്ക് ഇപ്പോഴത്തേക്ക് മൊത്തം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വേറെ ഒരു ചെറിയ കാര്യം ചെയ്യണം. എൻ്റെ കൂട്ടിരിക്കണം ഇത്. എനിക്ക് ആദ്യം ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ അങ്ങനെയല്ലേ വരുന്നത്. സോ we will just do the things. Okay. We will do long position, then we will do short position, then I have trend line, then the fib, പിന്നെ rectangle, പിന്നെന്തോളെ, പിന്നാണ് എനിക്കിത് വരുന്നത് അല്ലേ, ഹൊറിസോണ്ടൽ റേ. ഓക്കെ, ഫൈൻ. പിന്നെ എനിക്കൊരു പോയിന്റർ വരുന്നുണ്ടല്ലോ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തന്നെ തോന്നുക. ഓക്കെ, നമുക്ക് അത്രയൊക്കെ മെയിൻലി ആവശ്യമുള്ളൂ. ഞാനത് ഇവിടെ കൊണ്ടിടുക. ഇതിനകത്ത് റെഗുലർ ട്രേഡിങ് ഇത് ഞാനിനി അങ്ങനെ എടുക്കാനാ. നമുക്ക് വേണ്ടിയ ടൈം ഫ്രെയിംസ് ഇവിടെ ആഡ് ചെയ്തിടാൻ പറ്റും. സോ ഐ എം ജസ്റ്റ് ഗോണ ആഡ് 1 minute, 2 minute, 5 minute, 15 minute, hourly, 4 hour, daily, and seconds here. I'm gonna add 30 seconds, and yeah, that's enough.
30 second, 1 minute, 2 minute, 3 minute. I personally don't use it. This is gonna be my time limit. Preference. ഇത് നമുക്ക് ചാർട്ട് പ്ലോട്ട്. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പം ചെയ്യുന്നില്ല. ഓക്കെ. And the main thing we need to be a change our colors. Okay. I don't want this shitty color. So symbols ഈ ഒരു പച്ച എന്ന് വെച്ചാൽ ഈ ഒരു പച്ച അല്ലേ. ഓക്കെ. ഈ ഒരു പച്ച എന്ന് വെച്ചാൽ ഈ ഒരു പച്ച മഞ്ഞ കഴിഞ്ഞിട്ടുള്ള പച്ച. റൈറ്റ്. ഇത് മഞ്ഞ കഴിഞ്ഞിട്ടുള്ള പച്ച, ഇത് മഞ്ഞ കഴിഞ്ഞിട്ടുള്ള പച്ച, ഇത് കറുപ്പ്, ഇതും കറുപ്പ്, ഇതും കറുപ്പ്. സോ ഫൈൻ. ആൻഡ് adjust. Okay, fine. ഇതെന്തുവാ? പ്രൈസ് ലൈൻസ്. ഓക്കെ. ആൻഡ് ക്യാൻവാസിൽ എനിക്ക് ഞാനിതല്ല യൂസ് ചെയ്യാറ്. ഓൾമോസ്റ്റ് ഇതാണ് യൂസ് ചെയ്യാറ്. ഓക്കെ. സോ ഇച്ചിരി വല്ലാത്ത വെളുത്ത് പോവില്ലേ. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ അങ്ങനെ ഓഫ് ചെയ്യുന്നു. ഇതെങ്ങനെ ഓഫ് ചെയ്യുന്നു? ഫൈൻ. സോ ഇവിടെ നിങ്ങൾക്ക് കോൺട്രാക്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒട്ട സാധനം എനിക്ക് വേണ്ട. ഓക്കെ. സോ ഇത്രയും സാധനം നമുക്ക് ബേസിക്കലി മതി. നമ്പർ ഓഫ് കോൺട്രാക്ട്സ്. ഓക്കെ, ഫൈൻ. സോ ഇതുള്ളൂ. സോ ആൻഡ് വാട്ട് വി നീഡ് ഈസ് ഈ കുന്ത എങ്ങനെയാണ് എടുത്തു കളയുന്നത്? നാശം. ഇനി നമുക്ക് ഇതിന്റെ ഓരോ സംഭവങ്ങൾ മാറ്റണമില്ല. ഇതാണ് എനിക്ക്. ഫ്രണ്ട് ലൈൻ ഒന്നും വേണ്ട. സൈസ് 10 വരെ പറ്റത്തോളം തോന്നുന്നു. ഓക്കെ. സോ extend right. Okay, fine. I think this is really good. Okay. So ഇപ്പൊ 0 ആയി. 1 ഓക്കെ. 0.5 ആയി. 0.25 വേണം. 0.25. Again, I'm gonna do it with black. 0.75. Same again, I'm gonna do it with black. Okay, fine. This is our MAINMA. Okay, fine. So that's okay. Oh, and I'm gonna do it. What for? Right. So stop color it is, and the stop color into gray. So it's kind of gray. You shouldn't be not sure. ലെമൺക്ക് തന്നെയല്ലേ? താരായിട്ട് നമുക്ക് നോക്കാം. എനിക്ക് അതിന് മുന്നേ ഈ കുന്ത എങ്ങനെ ഒന്ന് കളയുമെന്ന് അറിയണം. ബ്ലൂ ആണ് ഞാൻ കൊടുക്കുന്നത്. ഫൈൻ. ഇതാണ് ഞാൻ ഇതായിട്ട് എടുക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതിങ്ങനെ വരും. ഫൈൻ. സെയിം സാധനം ഇവിടെ.
ടാർഗറ്റ് കളർ ബ്ലൂ. ഇത് നമ്മൾ വെച്ചത് വരെ ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. ഇത് റൈറ്റ്. ഇല്ല കാര്യം ഇത് ഇവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ആ, ഇല്ല ഇല്ല ഇല്ല, പറ്റത്തില്ല. ഞാനിപ്പം ജസ്റ്റ് മെയിൻ എന്ന് ടൈപ്പ് ചെയ്യാം. മെയിൻ ആൻഡ് ഇത് ഞാൻ മെയിൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻപുട്സ് ആണ് എനിക്ക് അറിയേണ്ടത്. 50K ആണല്ലേ? 50K. ഓക്കെ, 5000 ലോട്ട് സൈസ് റിസ്ക് 250 ഇപ്പൊ കൊടുക്കാം. USD 250. ലെറ്റ്സ് സേ അതൊന്നും നമ്മൾ നോക്കണ്ട. ഫൈൻ. സോ ഇതിന്റെ നമ്മൾ ചെയ്തു, അങ്ങനെ ഇതിന്റെ കൂടെ ചെയ്തിട്ട് ഒരു സെക്കൻഡ് കൈസ്. Dot size 1 to 50. Okay, fine. Everything is kind of good. Okay, so വേറെ ഒന്നും ഇല്ലല്ലോ. ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് എനിക്ക് 135 ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു സെക്കൻഡ്. നമുക്ക് ഇത് വെച്ച് തന്നെ എടുക്കുക, ഓർഡർ അതേ നടക്കത്തുള്ളൂ. മറ്റേത് വെച്ചെടുക്കുകയാണെങ്കിൽ അറിയത്തില്ല എന്താ. ഈ പൊട്ട സാധനം എങ്ങനെ ഒന്ന് മാറ്റുന്നെന്ന് നോക്കട്ടെ. അയ്യോ, ഇതെന്തിട്ട് ഇവിടെ വന്ന് കിടക്കുന്നേ? ഓക്കെ, സോ ഒരു സെക്കൻഡ് ഇവിടെ ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര വരുമെന്ന്. ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ ഇത് കറക്റ്റ് ആവുന്നുണ്ട്. ശരിയാ, ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നോ ബിഗ് ഡീൽസ് ഫോർ ടേക്കിംഗ്. നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ടത് ഇത്. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ട് വേണം എനിക്ക്, ബോർഡർ ഒന്നും വേണ്ട, മിഡിൽ ലൈനും എനിക്ക് വേണം. ഓക്കെ, ഇത് കൊണ്ടുപോയായിരുന്നു. സോ ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ,
5 മിനിറ്റിന് ഞാൻ ഏത് കുന്തായിരുന്നു ഉപയോഗിക്കുന്നത്? 5 മിനിറ്റിന് ഓക്കെ, മനസ്സിലായി. വിസിബിലിറ്റി എന്ന് വെച്ചാൽ ഞാൻ അത് മാറ്റിയില്ല തന്നെ. 1 to 5. ഓക്കെ, we will save this as 1 and 5. Okay, 5 കളർ മാറ്റിയില്ല. തിരക്കനെ കണ്ടപ്പോ അയ്യോ എന്തൊരു ആളായി തരുതരിക്കനെ കനവായി കണ്ടപ്പോ കണ്ടോ ഒത്തല്ല നീ അടുത്ത് 15 മിനിറ്റ് ഇനി വേണം നമുക്ക്. 15 മിനിറ്റ് അതെന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 15 മിനിറ്റ് വരെ വേണം. ഓക്കെ ഓക്കെ, സോ ഫൈൻ. കളറൊന്ന് ചേഞ്ച് ചെയ്യാം. കളർ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പിങ്ക് കളർ പോലത്തെ ഒരു കളറാണ്. ഒരു സെക്കൻഡ്, നിങ്ങൾ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് പൊക്കോട്ടെ. എനിക്ക് ചുമ്മാ എന്തേലും സംസാരിക്കും. ഫൈൻ. സോ 15 save ചെയ്യാം. ഇനി we need a 1 hour. It's H1. ഇതിനെന്താരും പോകത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. സോ ഇതിന്റെ കളർ ഇച്ചിരി കുറയ്ക്കട്ടെ. ഓക്കെ, ഇത് H1. നോക്കല്ല നീ അടുത്ത്. H4 ഇനി നമുക്ക് വേണം. ഓക്കെ ഫൈൻ. H4 ഞാൻ കൊടുക്കാറുള്ള കളർ ഒരു ഗ്രേ കളർ. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഗുഡ്. ആൻഡ് we need to change the visibility to 4. And we need to save is H4. H4 ഞാൻ സേവ് ചെയ്തോ. ഞാനിപ്പോ H1-നകത്തൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. 1 hour അല്ലേ, അത് വെട്ടില്ല. H1. ഓക്കെ, വേറെ ഒന്നും വെച്ചിട്ടതിന് പിന്നെ നമുക്കൊരു ഡേറ്റ് വേണം. ഓക്കെ, സോ ഡേറ്റിന്റെ എവിടെ എന്താ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കളർ ഇച്ചിരി ഒരു എന്താ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. സോ മാങ്ങാത്തൊരി എങ്ങനെ ഒന്ന് കളയുന്നതെന്ന് അറിയണമല്ലോ.
സപ്പോർട്ട് എങ്ങനെ ചോദിക്കുന്നത് ഉമ്മാരോട്? ഓക്കെ, ഇതല്ല, ഇതെങ്ങനെ കളയുന്നത്? ചാറ്റ് ജിപിറ്റിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് ഞാൻ എൻ്റെ മെയിനായിട്ട് ചൂസ് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റണമല്ലോ. ആഡ് ടെക്സ്റ്റ്, എന്താ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റാത്ത? ഓക്കെ, ഇത് സാരമില്ല. നമുക്കിപ്പം മറ്റേത് ഒരു പരാതി എടുത്തിട്ട് നോക്കാം ഏതൊക്കെയാന്ന്. ഓക്കെ, സോ ഒരു വില വൈകിട്ട് വന്ന് ഞാൻ നോക്കാം. സോ ഒരു പച്ച കളറിലെ ഓപ്പണിംഗ് വീക്ക് എന്ന് പറയുന്നൊരു പച്ചയായിരിക്കും. ഒരു പച്ച, ഓക്കെ, പച്ച. ഈ പച്ച തന്നെ നോക്കാമല്ലോ. ഈ പച്ച ഇച്ചിരി വന്നിട്ട് ഞാൻ ഡെയിലി വീക്കായിട്ട് എടുക്കണം. ഓക്കെ, ഇതിൻ്റെ വിസിബിലിറ്റി ആയിട്ടില്ലല്ലോ. ഡെയിലി സേവിങ് ആസ് ഡെയിലി നമുക്ക് വേണം. ഇനി അടുത്ത നമുക്ക് വേണ്ടത് FVG. ഓക്കെ, FVGക്ക് നമ്മൾ ഡെയിലി കിടക്കട്ടെ. 0യും 1ഉം വേണ്ട. അവിടെ നമ്മൾ FVGക്ക് വേണ്ടി 5ഉം വേണ്ട. സോ സാരമില്ല, 5 കിടന്നോട്ടെ. സോ എൻ്റെ കളർ ഞാനൊരു ബ്ലാക്ക് കൊടുക്കുക. FVG. Okay, fine. So that's fine. And again, what do I need again? So I need something. Okay, fine. നമ്മുടെ അപ്പം ബേസിക് സെറ്റപ്സ് ഒക്കെ ആയി കഴിഞ്ഞു. Reference, chart settings. Okay, fine. സിമ്പിൾ വാട്ടർമാർക്ക് എങ്ങനെ വരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ആവശ്യം ഓക്കെ ഫൈൻ. നമ്മുടെ ഇപ്പൊ കുറച്ചുകൂടി വൃത്തിയായിട്ടൊന്നും തോന്നുന്നില്ലല്ലേ. സോ ഇത് കാണാൻ തന്നെ വൃത്തിയുള്ളൂ. സോ എനിക്ക് ഇവിടെ 2ആയിട്ട് ഇത് എടുക്കണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ആക്ച്വലി വേണ്ടിയത്. ഇവിടെ എനിക്ക് 5 മിനിറ്റ് കാണുന്നു. ഇവിടെ എനിക്ക് 1 മിനിറ്റ് കാണുന്നു. That's what I really wanted. ഇതെല്ലാം 2 മിനിറ്റ് ഇതല്ല നമ്മുടെ സാധനം. സോ ഐ തിങ്ക് എവറിഥിങ് ഈസ് കൈൻഡ് ഗുഡ്. ആൻഡ് ഇത് നമുക്ക് സെൽ സൈഡ്. ഓക്കെ, ഫൈൻ. ഇത് ഓക്കെ. കളർ മാറ്റണം. കളർ മാറ്റി. ഓക്കെ, വി ആർ റെഡി ടു ഗോ. സോ ഇറ്റ്സ് കൈൻഡ് ഗുഡ്. എനിക്ക് തോന്നുന്നത് I will just start to mark things. അതൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. So I think that's all for the video, guys. Thanks for watching. See you in the next video. നിങ്ങളുടെ 1 മണിക്കൂറായിട്ട്. I know it's almost a lot of time you wasted. Okay, sorry for that.